ആശാനെ 10 വർഷങ്ങൾക്ക് മുമ്പ് ആശാന്റെ കല്യാണം കഴിച്ചതല്ലേ ഉള്ളൂ. ദാണ്ട നല്ല ഭാഗത്തിന്റെ അലമാര കൊണ്ടുവരണാരാ. ഹലോ, എന്തോ ആര് തന്നോട്ടാ? എന്തോന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പോവുക, പൈസ എടുക്കും. പൈസയോ? കൊണ്ടുവന്നില്ല. തന്നില്ലേ? അവിടെ തന്നത് എനിക്ക് ഇവിടെ കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ. പിടി ഇത്രേ ഉള്ളൂ. ഓക്കെ, ആശാൻ എന്താ നോക്ക്. ഞാൻ എങ്ങനെ നോക്കങ്ങോട്ട്. നക്ഷത്രപ്പെട്ടിയാ? എനിക്കാണെങ്കിൽ തുറക്കണേ. എന്നെ മനസ്സിലായോ? ഇല്ല, ആരെ മനസ്സിലായില്ലല്ലോ. ഞാൻ അലമാര മാറ്റിയിട്ട്. അലമാരയല്ല, അത് മാജിക് ബോക്സ് ആണ്. ഇതാണോ മാജിക്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഇവിടുത്തെ പ്രധാന മജീഷ്യൻ ഡാഗിനി. ഡാഗിനിയോ? ഡാഗിനി ഇങ്ങനെയല്ല. ചുവന്ന സാരിയെ കൊടുത്തിട്ട് മൂക്ക് ചെവിയിൽ ഊഞ്ഞാലൊക്കെ കിട്ടി. ഇതല്ല, എന്റെ മാജിക്കൽ നെയ്മാണ് ഡാഗിനി എന്നുള്ളത്. മാജിക് ഇല്ലാത്തപ്പോഴാ സുവാസു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും വിളിക്കാൻ എളുപ്പമാണ് സുവാസു എന്നുള്ളത്. അപ്പുറക്കാട ഇപ്പുറക്കാട. ജാഫ്രിക്കട അല്ല, അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒക്കെ കടം മേടിച്ച് ഞാൻ മുടിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി ഞാനല്ലല്ലോ, മോദി സാർ. അതല്ല, ഇവിടുത്തെ പ്രധാന മന്ത്രവാദി ആരാണ്? അയ്യോ, ഞാനാ. ആണല്ലേ? ഗ്രാജുവേറ്റ്. അപ്പൊ താങ്കളെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ? എന്റെ മാജിക്കിന് ഇപ്പൊ വലിയ പഞ്ച് അങ്ങോട്ട് കിട്ടുന്നില്ല. കമ്മറ്റിക്കാരെ കണ്ടാ മതി, അവര് പരിപാടി ബുക്ക് ചെയ്തോളും. അതല്ലെന്ന്, ഈ ഇടയ്ക്ക് എനിക്ക് നമ്മുടെ സെൻട്രൽ ജയിലിൽ ഒരു മാജിക്ക് അവതരിക്കാൻ അവസരം കിട്ടി. 2000 പേരുണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് തന്നെ. പരിപാടിക്കാര് 2000 പേര്, 20,000 വാട്സ് ലൈറ്റും സൗണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു 500 നോട്ട് ഇങ്ങോട്ട് മേടിക്കും. എന്നിട്ട് എന്റെ കൈക്രിയിലൂടെ ഞാനത് 2000-ന്റെ നോട്ടാക്കി കൊടുക്കും. അവിടെ വെച്ച് ഞാനൊരു ജയിൽ പുള്ളിയുടെ ഒരു 500 മേടിച്ചു, ഇത് 2000 ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാം കയ്യടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പുറവശത്തോട് വന്നപ്പം ജയിലിലെ സൂപ്രണ്ട് അവിടെ നിൽക്കുന്നു. എവിടാടാ ഈ നോട്ടടിക്കുന്ന കമ്മട്ട ഒളിപ്പിച്ച് വെച്ചത്? ഒറ്റ ഇടിയാ. അപ്പൊ തന്നെ എന്റെ കമ്മട്ടത്തിൽ ഒരു തീരുമാനമായി.